ജബ്ബാർ എന്തായാലും ഡോക്ടർ അഞ്ഞ് വെച്ചേക്കൂല. ജബ്ബാറിന്റെ ഒരു വിരലിന് തികല ഡോക്ടറിന്ന്. ഒരാള് മറ്റൊരാളെ വിരലിന്റെ അത്ര ഉണ്ടോ കയ്യിന്റെ അത്ര ഉണ്ടോ നോക്കണ നേരത്ത് പോയി കോയിറച്ചി വിറ്റ് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നോക്കുക അതറേ. അല്ലാതെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും തല്ല് കണ്ട് രസിക്കാനും ഇങ്ങനൊരു ജന്മങ്ങൾ. ഒരു മഹാത്മാഗാന്ധി വന്നിക്കണേ. ഇന്ന റോട്ടിൽ കൂടെ പട്ടിനെ തല്ലണ പോലെ തല്ലാൻ വേണ്ടി ഓടിച്ചിട്ടതേ എനിക്കല്ലേ അറിയുള്ളൂ. വേണ്ട വേണ്ട, നിനക്കെന്റെ പഴയ കടേ മുതലും പലിശയും ചേർത്ത് ഈ ആശാരിക്കുണ്ടനെ തന്നാണ്ടല്ലോ. തന്നാലെന്താ, ഞാൻ കൊല്ലും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. കഴിക്കാൻ എന്താ ഉള്ളത്? പൊറാട്ട ഉണ്ടോ? ആണ്ടേ എന്നാ എടുത്തോ. എന്താ വേണ്ടേ? SP-യോ? പെസലേ ചിക്കെടുത്താലോ? എന്നാ എനക്ക് ചിക്കൻ എടുത്തോ. എന്താ നോക്കണേ? രസമുണ്ടോ? തരക്കേടില്ല. ശമ്പളം കെട്ടിട്ട് വേണം എനിക്കിങ്ങനെ ഒന്ന് തിന്നാൻ. പിന്നെ ആകെയുള്ള സമാധാനം കോഴിക്കാതറിൻ്റെ അടുത്ത കോയാന്നുള്ളതാ. ചത്തതാണോ ആർത്തതാണോ എന്ന് ആർക്കറിയാം? എന്താ കോമുജി പറഞ്ഞ് ഈ തിന്നവനോട് ഇങ്ങനെ പറയാ? ഇപ്പൊ കച്ചവടം പോയില്ലേ? അപ്പൊ സത്യം പറഞ്ഞാ കുഴപ്പമായത്? ഇപ്പത്തെ കാലത്ത് സത്യം പറയാനും പറ്റും. ഞാൻ പോവുക. എന്റെ റബ്ബേ, ഇനിയിപ്പൊ ഇത് മതിയാ പോന് തൂങ്ങിച്ചാകാന്. അല്ല അവരുണ്ട്. ഇന്നിപ്പോ നമ്മളവിടെ ആ കോയിന്റെ വേസ്റ്റ് കൊണ്ടായിടുക. ഏതായാലും ഒരു കാര്യം ചെയ്യും, ആ വണ്ടൂര് വൈക്കുള്ള റോട്ടുമ്പോ കൊണ്ടായിട്ടളാ. ആ നമ്മളെ കോമല്ലത് പഹയം ബാഡിയായോ? അതെന്തായാലും ഉണ്ടാവില്ല. അല്ല, ഞമ്മക്കൊരു പണി ചെയ്താലോ? പിന്നെ പഹേന്റെ എവിടെ വേണേലും തൊട്ടോ, കോന്തലമ്പ മാത്രം തൊടരുത്. ഞാൻ ഓകാലത്തിന്റെ വീട്ടിൽ കൊണ്ടുപോക, ബാക്കി നമുക്ക് അവിടുന്ന് ആക്കാം. എന്നാ പൊടിച്ചോ. പഹേന്റെ ഒരു വെയിറ്റ്. സുബ്ഹാനല്ലാ, ഞാൻ മരിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെ ഞാൻ ഈ ഖബറിലെത്തി? മൻ റബ്ബുക മൻ ഇമാമുക മൻ ദീനുക. പഹയം ശരിക്കും പടിയായോ? അപ്പുറത്ത് പിടിച്ചോ, മെല്ലൻ കൊണ്ടുപോകാം നമുക്ക്. പഹേന്റെ ഒരു കാനേ കോയ രസം വള്ളം എടുത്താച്ച്. ഉണന്നിന്റെ മുമ്പ് ഇത് അതിന്റെ ചോട്ടുകൾ വെച്ചളാ. ഉണന്നാ അതിനേക്കാരം പ്രശ്നം. ഇതിന്റെ മഴ ഉണ്ടോ? അല്ലാ, കാതറേ തിരുപ്പിൻകോയേ, ഇനി ഞാൻ ചാകൂല, ആത്മഹത്യ ചെയ്യൂല. അഥവാ മരിക്കുകയാണെങ്കിൽ മഴക്കാല ചോദ്യങ്ങൾക്ക് മറുപടി പഠിച്ചേ ഞാൻ മരിക്കൂ. ഏറ്റു ഏറ്റു.
എന്റെ കൽവിലെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചതോ മുട്ട് പോലെ. അല്ലോ എവിടെടാ ഡോക്ടർ റഹീം? ഒന്നും ചെയ്യരുത്, മൂപ്പര് പോയിട്ട് 2 ദിവസമായി. പിന്നെ എന്തായാലും മൂപ്പര് വരും. ലാസ്റ്റ് ബസ് ഇല്ലെങ്കിൽ തോണിക്കടവത്തുണ്ടാവും. അല്ല ഡോക്ടറെ, എന്താ എത്ര വൈകി? നാട്ടിൽ നിന്ന് ഇവിടെ ബസ് വന്നിറങ്ങിയപ്പോൾ പൊന്നാങ്കയിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയി നിറഞ്ഞു. അപ്പോൾ പിന്നെ അക്കരെ കടവ് വരെ ബസ്സിന് വന്നു. നിങ്ങൾക്കൊരു കാറൊക്കെ വാങ്ങിക്കൂടെ ഡോക്ടറെ? ആ, അതൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ സ്കൂട്ടറുണ്ട്, അതുകൊണ്ടൊന്നും ദൂരേക്ക് പോകാൻ പറ്റില്ല. അതെന്താ ഡോക്ടറെ കാർ കൊണ്ട് ഇത്ര ഇറങ്ങാറ്? അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മമ്മീസാക്ക. ഈ പൊന്നാങ്കരയിൽ ആരും അറിയാത്ത പ്രശ്നങ്ങൾ, ആരോടും ഞാൻ പറയാത്ത കുറേ വേദനകൾ. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. മിസ്സാക്ക ടോർച്ചില്ല നിങ്ങൾക്ക് പോകാന്? ഞാൻ പോയിക്കോളാം. എന്താ നിനക്കറിയില്ലല്ലോടാ, നിനക്ക് എന്റെ പെങ്ങളെ വേണം അല്ലടാ. എന്താ വിട് ചെപ്പാറേ, എന്താ ചെപ്പാറേ, എന്താ 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 ചെപ്പാറേ? വിട് ചെപ്പാറേ, എന്താ പറ? എന്താന്ന് വെച്ചാ പറ. ഇന്നത്തോടെ നിന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കോടാം. എന്തോന്ന് കടിച്ചു തോന്നുന്നുണ്ട്. എന്താന്ന് എന്താ പാമ്പ് കടിച്ചു എന്നാ തോന്നണ.
അയ്യോ ജബ്ബാറേ, ഇവിടെ ആരുമില്ലാന്ന് തോന്നുന്നു. അതാ അവിടെ ഒരു തോണിയുണ്ട്. എനിക്ക് പിടിക്ക് അല്ലേ. വാ വാ മെല്ലെ വാ. നല്ല വിഷമുള്ള ഏതോ ഇനമാണ് കടിച്ചത്. ഒരു പാമ്പ് കടിച്ചതിൻ്റെ ലക്ഷണം മാത്രമല്ല കാണുന്നത്. തക്ക സമയത്ത് ഡോക്ടർ റഹീം ഇവിടെ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കിടക്കട്ടെ, ഒരു തളർച്ചയുണ്ടാവും. പേടിക്കാനൊന്നുമില്ല, ഇഞ്ചക്ഷനുണ്ട്. അത് കഴിയും വരെ 2 ദിവസം ഇവിടെ കിടക്കട്ടെ. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എപ്പം എത്തി? ഞങ്ങളിപ്പോ കുറച്ചേരായി. ജബ്ബാർ പറഞ്ഞു നിങ്ങൾ ചായക്ക് പോയതാണെന്ന്. എന്നാലും ആ നേരത്ത് കുരുത്തം പോലെ നിങ്ങൾ തന്നെ അതിലെ വന്നോണ്ട് എന്റെ കുട്ടീന്റെ ആയുസ് നീട്ടിക്കെട്ടി. അല്ല, നിങ്ങളെ കയ്യിനെന്ത് പറ്റി? അത് ജബ്ബാറിനെ കൊണ്ടുവന്നപ്പോ ഒന്ന് തെന്നി വീണതാ. ജബ്ബാർ നല്ല വെയിറ്റാണ്. അല്ല വാപ്പ, ഡോക്ടർ നിങ്ങളോട് മറച്ചു വെക്ക. ഞാൻ തല്ലിയൊടിച്ചതാ ഡോക്ടറെ കൈ. എന്റെ റബ്ബേ, ഞാൻ എന്താ കേക്കണേ? അതിന് കാരണമുണ്ട്. ആ കാസിമാജി എന്നെ ചതിച്ചതാ. ഇത് വായിച്ചു നോക്കി. ജബ്ബാർ അറിയാൻ വേണ്ടി കാസിമാജി. മൂത്ത പെങ്ങൾ സാബിറാന്റെ ജീവിതം ഒരു കല്യാണവീരന്റെ കൈപ്പെട്ട് കുട്ടിച്ചോറായതറിയാലോ. രണ്ടാമത്തോൾക്കും അത് തന്നെ വരാൻ പോണു. കക്ഷി മറ്റാരുമല്ല, അല്ലമീൻ ഹോമിയോ ഹോസ്പിറ്റലിലെ റഹീമ. എൻ്റെ ബാപ്പ ഇതിന് കൂട്ടാണ്. ആ റഹീമിനെ തല്ലി ഓടിച്ചില്ലെങ്കിൽ ഇതാണെന്ന് പറഞ്ഞിട്ട് മീശം വെച്ച് നടക്കുന്നത് യാതൊരു കാര്യമില്ല എന്ന് എൻ്റെ പഴയ മുതലാളി കാസിമാജി. ഇന്നാലില്ലാ, എന്തൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ആ കാസിമാജി എഴുതി പിടിപ്പിച്ചത്. എന്നാലും ഓൻ്റെ ഈ കുരുട്ടുബുദ്ധി കൊണ്ട് ഗുണ ഉണ്ടായിക്കണേ. എന്റെ കുട്ടീനൊക്കെ തിരിച്ചു കിട്ടിയല്ലോ, അത് ഇതുകൊണ്ടാ. ബാപ്പ, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. അതുകൊണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരെ പറ്റി പറയാൻ
ഇവിടെ ആർക്കെങ്കിലും നാക്ക് പൊന്തുവോ? റഹീം സാറേ, നിങ്ങൾ എന്നോട് പൊറുക്കണം. എന്നാലും നിങ്ങളെപ്പോലുള്ള ഒരാളോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ. നിങ്ങളെ കൈ ഞാൻ തല്ലി ഓടിച്ചിട്ടും നിങ്ങളെൻ്റെ ജീവൻ രക്ഷിച്ചല്ലോ, അത് ഞാൻ മറക്കില്ല. ഞാൻ ഈ ബെഡിൽ നിന്നൊന്ന് എണീക്കട്ടെ. ആ കള്ളക്കാസിമിനൊന്ന് കാണുന്നുണ്ട്. നിങ്ങളെ കൈ ഒടിഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും വഴക്കിനും വക്കാണത്തിനും ഒന്നും ഇനി പോണ്ട. ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. എൻ്റെ കുട്ടിനി നിങ്ങളെ ചുറ്റിപ്പറ്റി ഓൻ ഇല്ലാത്ത കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയില്ലേ? അതൊന്നും സാരല്ല. ഒരു കണക്കിന് അതൊക്കെ നന്നായി. ജബ്ബാറിനെ പാമ്പ് കടിച്ചതും എനിക്ക് 2 കിട്ടിയതുമൊക്കെ വളരെ നന്നായി. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ പഴയ ജബ്ബാറിനെ തിരിച്ചു കിട്ടിയല്ലോ. എന്തായാലും ഓൻ പടക്കാക്കിയത് ഓൻ കാരണം തന്നെ നന്നായി. ഒടുവില് എൻ്റെ തല്ലിപ്പൊളി ജബ്ബാറിനെ എനിക്ക് തിരിച്ചു കിട്ടി. ഞമ്മളെ പണി ഒന്നും ഏറ്റില്ല. എന്താ ചെയ്യാ? നായിന്റെ വാലി എത്ര കാലം കൊയലിട്ടാലും നീരൂലാച്ചാല്. ഏത് നായിന്റെ കാര്യങ്ങളെപ്പോ ഈ പറയണത്? എടോ, ഞാൻ ചാകാൻ വേണ്ടി മരത്തുമ്പോ കയറിയതല്ല, 2 കന്യാങ്ങ വറക്കാൻ വേണ്ടി മരത്തുമ്പോ കയറിയതാ. എത്താ എനിക്ക് കണ്യാങ്ങന്റെ ആവശ്യം? കല്ലോടോ എന്റെ പെണ്ണുങ്ങക്കാ. എന്റെ കാര്യത്തില് ഞങ്ങൾക്ക് നല്ല ബേജാറുണ്ട് കോമോ. ചുരുങ്ങിയത് ഒരു 5-6 കൊല്ലെങ്കിലും കടക്കേണ്ടി വരുന്നാ ഡോക്ടർ പറഞ്ഞത്. ഇന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിച്ചണ്ട. അപ്പുറത്തെ ബെഡ് ബുക്ക് ചെയ്ത് പോയിക്കോളി. വേറൊന്നുകൊണ്ടല്ല, ജബ്ബാർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഓനും റഹീം ഡോക്ടറും ഇപ്പൊ ഒന്നായിക്കണ്. ഓലെ തമ്മിൽ ഇങ്ങളും കാസിം ഹാജിയെ സഹായിച്ചതല്ലേ? കുട്ടെന്നെ തല്ലും എന്ന് പറഞ്ഞേ നിങ്ങൾ ഇന്നെ വല്ലാതെ പേടിപ്പിച്ചില്ലേ? ഇഞ്ഞ് കിട്ടാൻ പോണ നിങ്ങക്ക. എന്താ കോമോ? പഹയ കണ്ണോട്ട് പേനിട്ടതാ.